Next we are going to discuss about pie diagram. The pie chart is also called as circle graph or area diagram. നമ്മളൊരു സർക്കിളിൽ നമ്മുടെ ഡാറ്റനെ പല സെക്ടേഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴാണ് we will call it as pie chart. This is pie chart. കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇങ്ങനെ 360 ആംഗിളുള്ള ഈ പൈ ഈ ഒരു സർക്കിളിനെ പല പല ആംഗിളിൽ നമ്മൾ നമ്മളുടെ ഡാറ്റനെ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. അതിനാണ് നമ്മൾ പൈ ചാർട്ട് എന്ന് പറയുന്നത്. The pie chart will clearly makes the use of sectors in a circle to represent different categories of data. അപ്പോൾ ഇങ്ങനെ ഒരു വൃത്തത്തിൻ്റെ പല ഭാഗങ്ങളാക്കിയിട്ട് നമ്മൾ ഡാറ്റനെ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പം നമുക്കറിയുന്നതാണ് ഒരു സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 360 ഡിഗ്രി സർക്കിളുള്ള ഏരിയയുള്ള സർക്കിളിനെ നമ്മൾ പല കോമ്പണൻസ് ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ നമ്മളെടുക്കുന്ന ഓരോ കാറ്റഗറിയുടെയും ആംഗിൾ മെഷർ ചെയ്യണം. ഈ ആംഗിൾ മെഷർ ചെയ്തിട്ട് നമ്മൾ ആ ആംഗിളിൻ്റെ ബേസിലാണ് നമ്മൾ ഈ പറയുന്ന കാറ്റഗറി ആയിട്ട് ഈ സർക്കിളിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ മോർ ക്ലിയർലി ദ ആർക്ക് ലെങ്ത് ഓഫ് ഈച്ച് സെക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ഡാറ്റ. അപ്പം ഇതാണ് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ 43.2, 100.8, 7.2, 14.4, 57.6, 136.8 എന്ന് പറയുന്നത് ഇതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇതാണ് ആർക്ക് ലെങ്ത്. ഈ ആർക്ക് ലെങ്ത് ആയിരിക്കും ഫ്രീക്വൻസി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി കൂട്ടുന്ന സമയത്ത് എത്ര കിട്ടും? 360 ഡിഗ്രി കിട്ടും. അപ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡാറ്റേനെ ഈ ഒരു 360 ആംഗിളിലേക്ക് മാറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ഡാറ്റേനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ പൈ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. കൺസ്ട്രക്ട് എ പൈ ഡയഗ്രാം യൂസിങ് ദിസ് ഫോളോയിങ് ഡാറ്റ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്ലാസ്, ഇതാണ് ഫ്രീക്വൻസി. ഈ ഒരു ഡാറ്റനെ നമ്മൾ എങ്ങനെയാണ് പൈ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കുക. ആദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ആംഗിൾ ഓഫ് ഈച്ച് സെക്ടർ യൂസിങ് ദ എബോവ് ഇക്വേഷൻ. നമ്മൾ ഈ ഒരു ക്ലാസ്സിനെ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരു ഫോർമുലയുണ്ട്. ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് ദ സെക്ടർ ഇസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ദ കാറ്റഗറി ഡിവൈഡഡ് ബൈ ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ കാറ്റഗറീസ് ഇൻറ്റു 360. 360 മീൻസ് ഇറ്റ് ഇസ് ആംഗിൾ ഓഫ് ദ സർക്കിൾ. അപ്പം ഡ്രോ എ സർക്കിൾ ഓഫ് എനി റേഡിയസ് ആൻഡ് മാർക്ക് ദ സെൻറ്റർ. മാർക്ക് ദ ആംഗിൾസ് ഓഫ് ഈച്ച് സെക്ടർ ആക്യുറേറ്റ്ലി ആൻഡ് സെക്ടേഴ്സ് ക്യാൻ ബി ദെൻ ലാബിൾഡ് ഓർ ഷെയ്ഡഡ് ടു ഡിനോട്ട് ഡിഫറെൻറ്റ് ക്ലാസ്സസ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓരോ കാറ്റഗറിയും നമ്മൾ ഈ ഒരു ഫോർമുല വെച്ചിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിൽ ഓരോ കാറ്റഗറിയുടെയും ആംഗിൾ റെപ്രസെൻറ്റ് ചെയ്യുക. ആ ആംഗിളിൽ നമ്മൾ ഒരു ഡിഫറെൻറ്റ് കളർ കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ പൈ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഈ ക്ലാസ് ഇതാണ് ഫസ്റ്റ് ക്ലാസ്. ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ അതെങ്ങനെ ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടോട്ടൽ ഫ്രീക്വൻസി ഓരോ ക്ലാസ്സിൽ വരുന്ന ടോട്ടൽ ഫ്രീക്വൻസിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം? 8 ഫസ്റ്റ് ഇപ്പം ഈ ഒരു ഫസ്റ്റ് കാറ്റഗറി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആംഗിൾ ഓഫ് സെക്ടർ എങ്ങനെയാണ് കാണിച്ചെങ്കിൽ 8 ഡിവൈഡ് ബൈ 50 ഇൻറ്റു 360. സോ യു വിൽ ഗെറ്റ് 57.6. ദെൻ 19 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 360, 136. 14 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 360, 100. അപ്പോൾ ഇങ്ങനെ ഓരോ ഫ്രീക്വൻസിയുടെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഓഫ് സെക്ടർ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ഇൻറ്റു 360 വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുക, അല്ലെങ്കിൽ അത് ഒരു ടേബിളിൽ റെപ്രസെൻറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു എന്ത് കിട്ടും? ഫ്രീക്വൻസി കിട്ടും അല്ലേ? 50 ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി ആംഗിൾ ഓഫ് സെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 57.6, 130, ദെൻ സെക്കൻഡ് ക്ലാസ്സിൻ്റെ 136.8, 100.8, 43.2, ദെൻ 7.2, 14.4 ഇങ്ങനെ നമുക്ക് കിട്ടും. അതിനെ നമ്മൾ പല കളറിൽ ഇങ്ങനെ എന്ത് ചെയ്യുക? റെപ്രസെൻറ്റ് ചെയ്യുക. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് we will call it as pie diagram. So we are representing the frequency in the form of different angle of sector in the circle. This is called the pie diagram.